നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കിനി മനസമാധാനം ഉണ്ടാകില്ല. യമകണ്ഠകാലം ആരംഭിച്ചു. സ്വാമി 12 വർഷം ധ്യാനത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് 10 വർഷം ആയതല്ലേ ഉള്ളൂ. ഈ 10 വർഷം കൊണ്ട് അങ്ങയുടെ ധ്യാനം അവസാനിച്ചോ? ധ്യാനത്തിന് പെട്ടെന്നൊരു തടസ്സം നേരിട്ടു രുദ്ര. ദൈവീക ശക്തിയോടെ രാവണന്റെ കയ്യിലിരുന്ന ശിവന്റെ ആ ആത്മലിംഗം എങ്ങനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടോ അതേപോലെ മനസ്സിലൊരു ഭയം തോന്നുന്നു അല്ലേ? അങ്ങ് കൂടെ ഉള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാണ് സ്വാമിജി? അങ്ങയുടെ ധ്യാനം എങ്ങനെ മുടങ്ങിപ്പോയെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുന്നത്. ആ ഇച്ഛാധാരി നാഗകന്യക എന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു രുദ്ര. നാഗരാജാവിനെ കൊന്നതിന്റെ പക തീർക്കാൻ ഇരട്ടി പകയോടെ അവൾ വരികയാണ് രുദ്ര. അങ്ങയുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആ ഇച്ഛാധാരി സർപ്പത്തെ 12 വർഷം ബന്ധിച്ചു വെച്ചിരുന്നതല്ലേ? എങ്ങനെയാണ് സ്വാമി അത് ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഒരു പക്ഷേ 10 വർഷക്കാലം അവൾ എന്റെ വലയത്തിൽ ഇരുന്നു കൊണ്ട് അവളും എന്നെ പോലെ തപസ് ചെയ്ത് ശക്തികൾ നേടിയിട്ടുണ്ടാവാം. മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, നാഗവർഗങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വേഗം ലഭിക്കും. അങ്ങയും അങ്ങയുടെ രക്ഷയുള്ളിടത്തോളം കാലം എനിക്ക് ഒരു ഭയവുമില്ല സ്വാമിജി. 10 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് അങ്ങയുടെ രക്ഷയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങ് കാരണമാണ് സ്വാമിജി. ഇനി അടുത്ത 2 വർഷം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് സ്വാമി. അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഉണ്ടാകും രുദ്ര. എന്നാലും കാര്യങ്ങളെ നീ അലക്ഷ്യമായി കാണരുത്. നിനക്ക് തന്നെ ആപത്താകുമത്. രാക്ഷസന്മാർക്കും ഭഗവാൻ നേരിട്ട് ദർശനം കൊടുക്കാറുണ്ട്, വരങ്ങളും നൽകാറുണ്ട്. എന്നാൽ രാക്ഷസന്മാർ അത്യാഗ്രഹം കൊണ്ടും രാക്ഷസ ഗുണം കൊണ്ടും ആഗ്രഹിച്ച വരം നേടി ഒടുവിൽ മരണപ്പെടാറുണ്ട്. എന്റെ മായാവലയത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീയൊന്നും അവൾക്കൊന്നുമല്ല. നിന്റെ കുടുംബവും ആ നാഗകന്യകയ്ക്കൊന്നുമല്ല. കൂടുതൽ ശക്തിയോടെയാണ് ആ ഇച്ഛാധാരി നാഗകന്യക വരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും ആ ഇച്ഛാധാരി നാഗകന്യക നിന്റെ വീട്ടിലെത്തും രുദ്ര. നിങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം. എന്റെ ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും രുദ്ര. ആ ഇച്ഛാധാരി നാഗകന്യക എന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു രുദ്ര. അനന്യ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഭഗവാന്റെ കയ്യിൽ നിന്നും വരമോ ആയുധമോ അങ്ങനെ ഒന്നും തന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ സഹായത്താൽ നീ ആ ബന്ധനത്തിൽ നിന്ന് മോചിതയായി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത്രയും നാളും നീ ധ്യാനത്തിലിരുന്നതിനെല്ലാം ഫലം കാണണം. നിന്റെ ഉള്ളിലെ ശക്തി നിനക്ക് ഉപകാരപ്പെടണമെങ്കിൽ നാളെ വരെ നീ മൗനമായിരിക്കണം. നാളെ അമാവാസി ദിനമാണ്. അതുവരെയും
നീ ഒരു സാധാരണ സർപ്പമായിരിക്കും. മനുഷ്യന്റെ കണ്ണിൽ നീ പെടരുത്. ഏയ് പാമ്പ് 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 പാമ്പ്. ഇന്നലെ നമ്മുടെ പപ്പേട്ടൻ പാമ്പ് കടിയേറ്റാ മരിച്ചത്. അയാളെ കടിച്ച പാമ്പ് തന്നെയാവും വന്നിരിക്കുന്നത്. വേഗം ഒരു വടിയും കിടക്ക്. അയ്യോ അത് വേണ്ട, പാമ്പിനെ അടിക്കാൻ പാടില്ല മോനെ, അത് ദൈവമാണ് മോനെ. മനുഷ്യരെ കടിച്ചു കൊല്ലുന്ന ഇഴജന്തുവിനെയാണോ ദൈവം എന്ന് പറയുന്നത്? ഏയ് ചെന്ന് 2 തടി എടുത്തിട്ട് വാടാ. എവിടെ പോയി? എവിടെ പോയി? ഇവിടെ ഉണ്ട്, നോക്കടാ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വേഗം പാടാ. ഹലോ, അറിയാമേ സർപ്പശാന്തി ഹോമത്തിന് ഇനി കുറച്ചു നേരം കൂടി ഉള്ളൂന്ന് അറിയാവുന്നേ. അറിയാങ്കി പിന്നെ വീട്ടിലിരിക്കാതെ എന്തിനാ പുറത്തോട്ട് പോയത്? ഇന്നത്തെ ദിവസം പുറത്തേക്കൊന്നും പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. പറയുന്നത് കേൾക്കാൻ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ, എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? അമ്മ ഒരു കാര്യം മനസ്സിലാക്ക്, ഈ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ കെട്ടിയിടാൻ നോക്കല്ലേ. അതെനിക്ക് ഇഷ്ടമല്ല. എന്നെ കൺട്രോൾ ചെയ്യും തോറും എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാനേ തോന്നുന്നേ. വീട് വിട്ട് പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ എനിക്ക് പോവാനേ തോന്നും അമ്മേ. എന്റെ പ്രായം അതല്ലേ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, നേരെ വീട്ടിലേക്ക് ആദ്യം വാ. പൂജാരി കുറച്ചു കഴിയുമ്പോ ഇങ്ങെത്തും. മുത്തശ്ശി നീ എവിടാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയൂടാ? മുത്തശ്ശി ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ പട്ടുവസ്ത്രം എടുത്ത് നല്ല കുട്ടിയെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കമ്മേ. സ്വാമി പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാപത്തിനു മേൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാണ് നീ ജനിച്ചത്? അയ്യോ എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ ജന്മം കൊടുത്തത്. നിന്നെ പോലൊരു മകനെ പ്രസവിച്ചതിന് എന്നെ പോലൊരു അമ്മയ്ക്ക് ഒരിക്കലും ബഹുമാനം ഉണ്ടാവില്ല. എല്ലാം നശിപ്പിച്ചു, നീ നശിപ്പിച്ചു. 10 വർഷം നാഗകന്യകയെ വലയത്തിലാക്കി ബന്ധിച്ചു വെച്ചു അല്ലേ? പാപമെല്ലാം തലയിലാക്കി നമ്മളിനി അനുഭവിച്ച് തീർക്കണം. പാവപ്പെട്ട സർപ്പങ്ങളുടെ മരണത്തിന് എത്രയോ പേർ ബലിയാടുകളായിട്ടുണ്ട്. അതും സർപ്പങ്ങളെന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ പോലെയാ. അവരുടെ ശാപത്തിന് നമ്മൾ ബലിയാടാകാതിരിക്കുമോ? അമ്മേ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് സ്വാമിജി നമ്മുടെ വീട്ടിൽ വന്ന് പൂജയെല്ലാം ചെയ്തില്ലേ? അതിനുശേഷം ഏത് സർപ്പാണ് നമ്മുടെ വീട്ടിൽ വന്നത്? അമ്മ തന്നെ പറയും. അങ്ങനെ ആയിരിക്കൂടാ, പക്ഷേ സർപ്പങ്ങളെക്കാൾ വലിയ ആളല്ല സ്വാമി. കൊല്ലുന്നത് എപ്പോഴും പാപമാ, അതിന് ശിക്ഷയുണ്ട്. ഭക്തർ തെറ്റ് ചെയ്താലും ദൈവം കൊടുക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ദൈവത്തെക്കാൾ വലിയവനാണോ നിന്റെ സ്വാമി? അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? അമ്മേ, വെറുതെ ഭയപ്പെടണ്ട. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഞാൻ വഴിയുണ്ടാക്കാം. ഇപ്പൊ തന്നെ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ചുടലക്കാട് കാത്തിരിക്കുക നമ്മളെയെല്ലാം. മതി മോനെ, മതി നീ കാണിച്ച വഴികള്. ഞാൻ മരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല. എന്റെ മരുമക്കൾ 2 പേർ, കരൺ, ചിത്ര, എന്റെ മകൻ അർജുൻ, ഇവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നു. അല്ലെങ്കിൽ തന്നെ അർജുന്റെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട്. ഇപ്പോഴായാലും ശരി, ഇനി നടക്കാൻ പോകുന്ന സർപ്പശാന്തി ഹോമത്തിലായാലും ശരി, നീ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവരുത്. ഉണ്ടാവാനും പാടില്ല. വെളുത്തുള്ളിയുടെ മണം പാമ്പുകൾക്ക് പറ്റില്ല. ആ മണം കൊണ്ട് അത് ശ്വാസം മുട്ടി ചത്തുപോകും. കുറഞ്ഞത്
5-6 കിലോ വെളുത്തുള്ളിയെങ്കിലും വേണ്ടി വരും. ഞാൻ വാങ്ങിട്ട് വരട്ടെ? അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. വെളുത്തുള്ളിയുടെ മണം കൊണ്ട് അങ്ങനെ പാമ്പ് ചാവുമെങ്കിൽ ഈ ലോകത്ത് പാമ്പുകളെ ഉണ്ടാവില്ല. എന്നാ വേറൊരു കാര്യം ചെയ്താലോ? കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാലോ? അത് അവിടെ ഇരുന്ന് ചത്തോളുമല്ലോ. അത് ശരിയാ, നമുക്ക് അങ്ങനെ ചെയ്യാം. ന്യായമായ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ആരും ഒത്തുചേരില്ല. പാവം പാമ്പ്, അത് അതിന്റെ വഴിക്കാ പൊയ്ക്കൊണ്ടിരുന്നത്. ആ പാവത്തിനെ കൊല്ലാൻ വേണ്ടി കുറെ മഹാമാരി ഒത്തുചേർന്നിരിക്കുക. എന്താ പാവം പാമ്പോ? ആരെങ്കിലും കടിച്ചാലേ കണ്ണടച്ച് തുറക്കുമ്പോ ആള് പടിയാവും. പാവം അത്രേ, പാവം. എന്ത് പാവം? ഇന്നലെ പപ്പേട്ടൻ ഈ പാമ്പ് കടിച്ചാ മരിച്ചത്. അറിയാതെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ജീപ്പ് കയറ്റി കൊന്നതിന് ഇന്നലെ വന്ന് പ്രതികാരം ചെയ്തത്. ഇതിനെ അങ്ങനെ വിട്ടുകളഞ്ഞാലേ നമ്മുടെ പപ്പേട്ടന്റെ കുടുംബത്തിൽ പിന്നെ ആരും ബാക്കിയാണില്ല. ഇതും ആ പാമ്പിന്റെ അതേ വംശം തന്നെയാ. മനുഷ്യരെ ഓർത്തു വച്ചിട്ട് അവരെ തേടി പിടിച്ച് പ്രതികാരം ചെയ്യുന്നത് മനുഷ്യര് മാത്രമാ, പാമ്പുകളല്ല. പാമ്പുകൾക്ക് ചെവിയില്ലെന്ന് മാത്രമല്ല, അവയൊന്നും ഒരു കാര്യം ഒരിക്കലും ഓർത്തു വയ്ക്കാറുമില്ല. ദയവ് ചെയ്ത് പാവം പാമ്പുകളെ കൊല്ലരുത്. നമ്മളെപ്പോലെ ജീവിക്കാൻ അവയ്ക്കും അവകാശമുണ്ട്. വെറുതെ വിട്ടേക്ക്. ഒരുപാട് പഠിച്ചിട്ടുള്ളതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഒന്നും ആലോചിക്കില്ല. ഇവിടെ ആ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നത്. അവരെ കടിച്ചാലോ? അയ്യോ എന്റെ ചേട്ടാ, പാമ്പുകൾ അങ്ങനെ വെറുതെ ഒന്നും വന്ന് കടിക്കില്ല. ഒരു മിനിറ്റ് നിക്ക്. ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും വെറുതെ അല്ല നിന്നേ. ഞാനൊരു അടി അടിച്ചപ്പോ നിങ്ങൾ എല്ലാവരും റിയാക്ട് ചെയ്തില്ലേ? പാമ്പ് അങ്ങനെ തന്നെയാ. അതിനെ ഉപദ്രവിച്ച സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആക്രമിച്ചെന്നിരിക്കും. പാമ്പുകളെ കുറിച്ച് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നൊക്കെ തെറ്റാ. ദേഷ്യം, 12 വർഷം, നാഗമാണിക്യം, ഇതൊക്കെ വെറും നുണയാ. വരൂ, ഇതെല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ലാപ്ടോപ്പില്. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ചേട്ടാ. പാമ്പിനെ കൊന്ന ജയിലിൽ കിടക്കേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായല്ലോ? ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. പൊയ്ക്കോളൂ. എല്ലാവരും പോ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോൺ ചെയ്യും. പോ നോക്ക്. ഇന്ന് വീട്ടിലെ സർപ്പശാന്തി ഹോമം നടക്കുക. പാമ്പിനെ കൊല്ലാൻ നടക്കുന്നവർ ഒരു വശത്ത്, പാമ്പിനെ പൂജിക്കുന്നവര് മറുവശത്ത്. ചോദിച്ചാ മുത്തശ്ശി പറയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന്. അല്ല അമ്മേ, എവിടെയാ നിങ്ങളുടെ പേരക്കുട്ടി അർജുൻ? ഇങ്ങോട്ട് നോക്കൂ. നല്ല കാര്യം നടക്കണമെങ്കിൽ, സർപ്പദോഷം മാറണമെന്നുണ്ടെങ്കിൽ മുഹൂർത്തത്തിന് ഇവിടെ വന്നിരിക്കേണ്ടതല്ലേ? വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാലല്ലേ തൃപ്തിയാവുകയുള്ളൂ? ഞാനൊരു കാര്യം പറയാം. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമോ അത് നടന്നേ പറ്റൂ. ഞങ്ങളുടെ അർജുൻ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ വരും. ദയവ് ചെയ്ത് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ടത് ഞാനല്ല അമ്മേ, സർപ്പരാജാവാണ്. അല്ല അമ്മേ, വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഈ ഹോമം നടത്തുന്നത്? ആ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ കഴിയില്ലേ? ഈ കാലത്ത് കുട്ടികൾ ഇങ്ങനെയാ. ഇതൊരു നല്ല മുഹൂർത്തമാണ്. മുഹൂർത്തം തെറ്റിയാൽ ആപത്താണ്. ഹേമ, ഒന്ന് ഫോൺ ചെയ്യേ.
Find a call is not reachable. Find a call is not reachable. നിങ്ങളുടെ പേരക്കുട്ടി എത്തിയായിരുന്നു? നോക്കാമേ, ഒരു നല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ 100,000 തടസ്സങ്ങളുണ്ടാവും. നിങ്ങളുടെ പേരക്കുട്ടിയുടെ കാര്യത്തിലും അതാ സംഭവിക്കുന്നേ. ഇനിയുള്ളത് 2 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ അവൻ എത്തിയാൽ നല്ലത്. അർജുൻ, എത്തിയോ മോനെ നീ? സ്വാമിജി, ഞങ്ങളുടെ അർജുൻ എത്തി. പൂജ ആരംഭിക്കാമല്ലോ. ക്ഷമിക്കണം, മുഹൂർത്ത സമയം കഴിഞ്ഞു. ഇവന്റെ കൈകൊണ്ട് ഇനി പൂജ നടത്തിയാൽ അത് പാഴാണ്, ചിലപ്പോൾ ആപത്തുമാണ്. ഈ പൂജ ഇനി നടത്താൻ പാടുള്ളതല്ല. യമകണ്ഠ കാലത്തിൽ ആരും നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. മുഹൂർത്തമില്ലാത്ത സമയത്ത് ആരും പൂജ നടത്തില്ല. ഒരുപക്ഷെ നടത്തിയാൽ അത് ആപത്താണ്. നാഗദൈവത്തിന്റെ കാര്യത്തിൽ സമയവും മുഹൂർത്തവും എല്ലാം കൃത്യമായിരിക്കണം. ദോഷമുഹൂർത്തം ആരംഭിച്ചു കഴിഞ്ഞാൽ ദോഷമുള്ളവരുടെ മനസ്സിനെ ആക്രമിക്കാൻ ദുഷ്ടശക്തികൾ ഓടിവരും. 12 വർഷവും ഹോമങ്ങളും പൂജകളും ചെയ്യണമെന്നും അതിനു മുടക്കം വരരുതെന്നും പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴാണെങ്കിൽ ഹോമവും പൂജയും രണ്ടും മുടങ്ങിപ്പോയി. തിരുമേനി, അങ്ങ് പറയുന്നതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഞാൻ സത്യമാ പറഞ്ഞത്. എന്റെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞതാ, ശാസ്ത്രപ്രകാരം പറഞ്ഞതാ. 10 വർഷം ഇന്നോടെ പൂർത്തിയാവുക സ്വാമി. വൈകുന്നേരത്തിനുള്ളിൽ ഏതെങ്കിലും നല്ല മുഹൂർത്തം ഉണ്ടോ നോക്കണം. എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. ഞാൻ കേണപേക്ഷിക്കുക. സ്വാമി, ആ പഞ്ചാംഗം തരൂ. ക്ഷമിക്കണമേ, നല്ല മുഹൂർത്തമൊന്നുമില്ല. ആ നാഗദൈവത്തിന് നിങ്ങളുടെ പേരക്കുട്ടിയെ വിടാൻ മനസ്സിലെന്ന് തോന്നുന്നു. ലഗ്നപ്രകാരം നിങ്ങളുടെ അർജുന്റെ ജാതകത്തിൽ സർപ്പദോഷം തുടരണമെന്നാണുള്ളത്. അത് തുടരും. സർപ്പദോഷം സാധാരണ ദോഷമല്ല. സർപ്പദൈവങ്ങളുടെ കാര്യത്തിൽ അലക്ഷ്യവും കുട്ടിക്കളിയുമെല്ലാം നല്ലതിനല്ല. നിങ്ങളുടെ അർജുനെ സർപ്പദോഷം വിടില്ല.
എന്റെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെയും മനുഷ്യരൂപത്തിലായിരിക്കും ഞാൻ ജീവിക്കുക.